ആഴക്കടൽ ഖനനത്തിനെതിരെ കൊല്ലത്ത് പ്രതിഷേധം. CITUവിന്റെ നേതൃത്വത്തിൽ കൊല്ലം ബീച്ച് തീരത്തോട് ചേർന്ന കടലിലാണ് പ്രതിഷേധം നടക്കുന്നത്. അരുൺ രാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, 27-ന് അവർ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം കൊല്ലം ബീച്ച് തീരത്തോട് ചേർന്ന് നടക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ രാജ്? നൂറുകണക്കിന് മത്സ്യബന്ധന യാനങ്ങൾ അണിനിരത്തിക്കൊണ്ട് കടൽ ഖനനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം കൊല്ലത്ത് നടക്കുകയാണ്. കാരണം 300 ലക്ഷത്തിലധികം മണലാണ് കൊല്ലം ഈ പരപ്പിൽ നിന്ന് മാത്രം ഖനനം ചെയ്യാൻ നിലവിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ CITUവിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം അത് കൊല്ലം കടലിന്റെ തീരത്ത് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ കൊല്ലത്ത് അത് അതിന്റെ രൂപം അതിന്റെ ഭാവവും മാറിക്കൊണ്ട് അതിന്റെ ശക്തമായ രീതിയിലേക്ക് മാറുകയും ചെയ്യും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CITUവിന്റെ മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ഈ സമരത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. കടൽ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള തീരുമാനമാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഇതിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. കാരണം ഈ കടലിലെ തീരത്തോട് ചേർന്നുള്ള മണൽ അത് പൂർണ്ണമായും ഡ്രഡ്ജ് ചെയ്യുന്നതിലൂടെ മത്സ്യസമ്പത്തിനെ പോലും ബാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഒരു തരത്തിലും മത്സ്യത്തൊഴിലാളികൾ അംഗീകരിക്കില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉയരും എന്നുള്ളതാണ് CITU നേരത്തെ വ്യക്തമാക്കിയ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ കൊല്ലം തീരത്തിൽ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. മത്സ്യ ശൃംഖല അത് മത്സ്യത്തൊഴിലാളികളുടെ വലിയ ശൃംഖല ഇതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പല ഭാഗങ്ങളിൽ നിന്ന് കൊല്ലത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം ഫെബ്രുവരി 22-നാണ് ഈ കടൽ മണൽ ഖനനത്തിന് ഔദ്യോഗികമായ നിയമ നടപടി അടക്കം മുന്നോട്ട് പോകുന്നത്. അതിനു മുമ്പ് തന്നെ ഇതിന്റെ പ്രക്ഷോഭം ശക്തമാക്കുന്നു. കാരണം ഇതിൽ എന്താണ് മത്സ്യത്തൊഴിലാളികളുടെ വാദം, ആ വാദം കൂടി കേൾക്കണം. മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ള കേൾക്കാതെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിക്കാനാണ് CITU അടക്കമുള്ള സംഘടനകളുടെ നിലവിലുള്ള തീരുമാനം. അതിന്റെ ആദ്യപടി എന്ന രീതിയിലാണ് CITU ഇത്തരത്തിലൊരു വലിയ സമരത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പല മേഖലകളിൽ ഇതിന്റെ പ്രതിഷേധക്കാർ അത് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം അതിന്റെ എല്ലാ രീതിയിലും സ്വഭാവത്തിലും മാറുന്ന കാഴ്ച. അല്പസമയത്തിനകം തന്നെ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം MAB ഈ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. എന്തായാലും വലിയ സമരത്തിലാണ് CITU ഇതിലൂടെ നേതൃത്വം നൽകുന്നത്. എന്തായാലും ഈ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ആ പ്രക്ഷോഭം അത് കൂടുതൽ കനക്കുന്നു. കാരണം അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ വരുമ്പോൾ ആ പ്രക്ഷോഭം ആ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഫലിപ്പിക്കാനാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും മുതിർന്ന നേതാക്കൾ CPIMന്റെ അടക്കം മുതിർന്ന നേതാക്കൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കടൽ ഖനനം ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് നിലവിൽ CITU മുന്നോട്ട് വെക്കുന്നത്. കാരണം ഈ കടലിന്റെ മണൽ ഖനനം ചെയ്യുന്നതിലൂടെ കടലിന്റെ അടിത്തട്ടിലെ ചെളി പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടി വരും. ഈ അടിത്തട്ടിലെ ചെളിയിലാണ് മത്സ്യസമ്പത്തിന്റെ ഏറ്റവും കൂടുതൽ ഭാഗമുള്ളത്. അത് മത്സ്യസമ്പത്തിനെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഈ തൊഴിലാളികൾ ആരോപിക്കുന്ന കാര്യം. അതുകൊണ്ട് ഈ തീരത്തോട് ചേർന്നുള്ള അത് 12 നോട്ടിക്കൽ മൈലിനോട് ചേർന്നുള്ള ഇത്തരം കടൽ മണൽ ഖനനം അത് അംഗീകരിക്കില്ല. അത്തരം തീരുമാനത്തിനെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നിലവിൽ മത്സ്യത്തൊഴിലാളികൾ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും CITUവിന്റെ നേതൃത്വത്തിൽ ഈ സമരം ഇപ്പോൾ കൊല്ലത്തിന്റെ ഈ ബീച്ചിനോട് ചേർന്നുള്ള തീരത്താണ്, കടലിലാണ് ഈ പ്രക്ഷോഭം ഇപ്പോൾ തുടങ്ങുന്നത്. എന്തായാലും ഒരു വ്യത്യസ്തമായ സമരത്തിലൂടെ CPIM അതിന്റെ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിലെ പ്രക്ഷോഭം കൂടുതൽ കനക്കും എന്നുള്ളതാണ് CPIM നേതാക്കൾ വ്യക്തമാക്കുന്നത്. അരുൺ, ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനോപാധിയാണ് ഇത്. അപ്പോൾ ഈ ആഴക്കടൽ ഖനനത്തിനെതിരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ അടക്കം രംഗത്ത് വന്നിരുന്നു. അവർ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ് സർക്കാർ എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ് അരുൺ രാജ്? മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും പ്രധാനമായി ഇക്കാര്യത്തിൽ പറയുന്ന ഒരു വാചകം, കാരണം അവരുടെ വാദങ്ങളിൽ ഒന്ന് ഈ കടലിന്റെ മണൽ ഖനനം ചെയ്യുന്നത്, അതിൽ ഈ മണൽ ഖനനം ചെയ്യാനുള്ള ആദ്യപടിയായി പോകുന്നത് സ്വാഭാവികമായും ഈ കടൽ തീരത്തിന്റെ ചെളിയെ നീക്കം ചെയ്തുകൊണ്ടാണ്. അത്തരത്തിൽ ചെളിയെ നീക്കം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് മത്സ്യസമ്പത്തിനെ ബാധിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും. മാറുന്ന അവസ്ഥ അത് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ തോതിൽ തിരിച്ചടിയാവുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് കൊല്ലത്തിന്റെയും കേരളത്തിന്റെയും കടൽ തീരം അനുദിനം പ്രക്ഷുബ്ധമാവുന്ന കാലഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾക്ക്
ഇപ്പോൾ കടലിൽ പോകുവാനും അവരുടെ ഉപജീവന മാർഗം തേടുവാനും കഴിയുന്നത്. ഇത്തരമൊരു രീതി കൂടി ഉണ്ടായാൽ, അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ മത്സ്യസമ്പത്തിന്റെ അളവ് ഗണ്യമായി കുറയും. അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളതാണ് നിലവിൽ അവർ ആരോപിക്കുന്നത്. നിലവിൽ ആ ദൃശ്യങ്ങൾ കാണാം. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധമടക്കം അത്രത്തോളം രൂക്ഷമാണ്. അവർ ഓരോ ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട, കാരണം ഈ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വന്നതിന് പിന്നാലെ തന്നെ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പ്രകടനം നടത്തിയതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കടലിൽ തന്നെ അവർ ആ പ്രക്ഷോഭത്തിന്റെ വ്യാപ്തി, അതിന്റെ കാഠിന്യം കുറച്ചുകൂടി ഇപ്പോൾ പ്രകടമാക്കുന്നത്. ആ ദൃശ്യങ്ങൾ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു സമൂഹം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്ന ഇതിന്റെ കണ്ണിയായി മാറുന്ന കാഴ്ച. അങ്ങനെ ഈ CITUവിന്റെ സമരം അതേ രൂക്ഷമായി കൊല്ലത്തിന്റെ ഈ കടൽ തീരത്തിൽ ആ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം അങ്ങനെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ശരി, എന്തായാലും ആഴക്കടൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധമാണ്. അവരുടെ കടലിലെ മത്സ്യസമ്പത്തിനെ തന്നെ ഇത് ബാധിക്കും എന്നുള്ള വാദങ്ങൾ ഉയർത്തിയാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നത്. അടുത്ത ദിവസം കേന്ദ്ര അധികൃതർ ഈ സ്ഥലത്തെത്തുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ ഇവർ കടലിലിറങ്ങി ബോട്ടിറക്കിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അരുൺ രാജാണ് അതിന്റെ വിശദമായ വിവരങ്ങൾ നൽകിയത്.